മത്തായിയുടെ സുവിശേഷം 24 അധ്യായം സംസാരിക്കുന്നത് ദേവാലയത്തിൻ്റെ നാശത്തെ പറ്റിയാണ്. ഈ ദേവാലയത്തേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ സമൃദ്ധിയും അതിൻ്റെ നന്മകളും യേശുദാസൻ കാണിച്ചിട്ട് പറയുക, അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിതെല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. ഇപ്പോൾ സുന്ദരമെന്നും കൗതുകമെന്നും നൽകുന്ന ഈ ദേവാലയം എന്ന വിഷയം നിൻ്റെ ജീവിതത്തിൽ ചിന്ന ഭിന്നമാകാൻ പോവുകയാണ്. കോട്ടകൾ തകർക്കപ്പെടുകയാണ്. അത്ഭുതത്തിൻ്റെ കൊട്ടാരങ്ങൾ, ചീട്ടുകൊട്ടാരങ്ങളൊക്കെ തകർക്കപ്പെടാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്ന് നിൻ്റെ കണ്ണിന് കുളിർമ തരുന്ന വിഷയങ്ങൾ, ഇന്ന് നിനക്ക് ബലമെന്ന് നീ തോന്നുന്നതിൻ്റെ വിഷയങ്ങൾ, ഒരുപക്ഷെ ജീവിതത്തിൽ എന്നും കാണുമെന്ന് നീ ഉറപ്പിച്ചു വെച്ച വിഷയങ്ങൾക്കൊക്കെ ഒരുപക്ഷെ തകർച്ച വന്നാലോ? അതൊക്കെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ചീട്ടുകൊട്ടാരം പോലെ ഒരു വലിയ തിരകേറി വരുമ്പോൾ എഴുതി വെച്ചതൊക്കെ, കുന്നുകൂട്ടിയതൊക്കെ ഒഴുകിപ്പോയാലോ? അത്രയേ ഉള്ളൂ ജീവിതമെന്ന് മറക്കരുത്. അപ്പോൾ ഈ വേദന അനുഭവങ്ങളെ സമചിത്തതയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് പറയുകയാണ്, ഇപ്പോൾ നിൻ്റെ ആശ്രയമൊക്കെ ബലിഷ്ഠമായ വിഷയത്തിലേക്ക് മാറ്റിവെക്കണം. നിൻ്റെ ജീവിതത്തിൻ്റെ ആശ്രയം വെച്ചിരിക്കുന്നത് ഈ തകരാൻ സാധ്യതയുള്ള വിഷയങ്ങളിലാണ്. ശിക്ഷ സമൂഹത്തോട് പറയുക, നിൻ്റെ ആശ്രയം ബലമുള്ള തമ്പുരാനിലേക്ക് മാറ്റി വെക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. വേദനകളുടെ കാലങ്ങൾ വരുമ്പോൾ ഇവയെല്ലാം നശിക്കപ്പെടും. ഒറ്റപ്പെട്ടു പോകും, നീ ചിതറിക്കപ്പെടും. എല്ലാം നിൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യമാക്കപ്പെടും. അപ്പോൾ ബലമുള്ള അവൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചാൽ നന്ന്. അനുഗ്രഹമാവട്ടെ. ആമേൻ.